കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ്, SSK, എറണാകുളം BRC നോർത്ത് പറവൂർ എന്നിവരുടെ സംയുക്ത നേതൃത്വത്തിൽ സ്റ്റാർസ് പദ്ധതി ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ ചെലവഴിച്ച് കരിമാലൂർ ഗ്രാമപഞ്ചായത്ത് മനക്കപ്പടി ഗവൺമെന്റ് LP സ്കൂളിൽ കുട്ടികൾക്കായി ഒരുക്കിയ വർണ്ണക്കൂടാരം നിയമ വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിലെയും പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷ കേരള അതോടൊപ്പം BRC എല്ലാവരെയും ഈ സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. നമുക്കിനിയും നല്ല രീതിയിൽ SSK ഇവിടെ പണ്ട് നമുക്ക് ഇത് വിട്ടു തന്നതാണ്. അങ്ങനെയുള്ള ആ തലമുറയുടെ പ്രതിനിധി ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. കരിമാലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സബിത നാസർ അധ്യക്ഷയായി. നമ്മുടെ മനസ്സിൽ മനക്കപ്പടി സ്കൂൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ആ പണ്ടത്തെ ആ ഒരു മാവും, മുറ്റത്ത് നിന്നിരുന്ന ആ ഒരു മാവും അതേപോലെ ഓടിട്ട ആ ഒരു കെട്ടിടവും നമ്മുടെ മനസ്സിൽ നിന്ന് എത്ര തന്നെ പുതിയ പുതിയ ബിൽഡിംഗ് വന്നാലും നമ്മുടെ മനസ്സിൽ നിന്ന് മായാതെ കിടക്കുന്ന ആ ഒരു സ്കൂളിൻ്റെ മുഖം നമ്മുടെ മനസ്സിൽ എന്തായാലും ഉണ്ടാവും. ഇതിനു വേണ്ടി നമുക്ക് വേഴപ്പറമ്പ് മനയിൽ നിന്നുമാണ് നമുക്ക് സ്ഥലം അനുവദിച്ചത്. ആ ഒരു മഹത്വത്തെ എത്ര തന്നെ ആദരിച്ചാലും മതിയാവില്ല. SSK പ്രോഗ്രാം ഓഫീസർ ദീപാദേവി പദ്ധതി വിശദീകരണം നടത്തി. നമ്മൾ കുറെ നാളുകളായി കാത്തിരിക്കുന്ന ഒരു നിമിഷമാണിത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ തോമസ് പ്രസംഗിച്ചു. ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിൽ ഇന്ന് വലിയൊരു പ്രധാനമുള്ള ഒരു പരിപാടി നടക്കുകയാണ്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പോൾസൺ ഗോപുരത്തിങ്കൽ, മെമ്പർമാരായ ശ്രീദേവി സുധി, റംല ലത്തീഫ്, BPC KS പ്രേംജിത്ത്, ബാങ്ക് പ്രസിഡന്റ് ജയ രാധാകൃഷ്ണൻ, വേഴപ്പറമ്പ് മന ദാമോദരൻ നമ്പൂതിരിപ്പാട്, SMC ചെയർമാൻ KR റസൽ എന്നിവർ സംസാരിച്ചു. വാർഡ് മെമ്പർ ജോർജ് മേനാച്ചേരി സ്വാഗതം പറഞ്ഞു. പ്രധാനാധ്യാപിക G സുധ നന്ദി അറിയിച്ചു. LP സ്കൂളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷ കേരളയും ചേർന്ന് ഒരുക്കി തന്ന വർണ്ണക്കൂടാരം പദ്ധതിയുടെ ഉദ്ഘാടനമായിരുന്നു ഇന്ന്. ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് നമ്മുടെ ബഹു കയർ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ P. രാജീവ് അവർകളാണ്. അദ്ദേഹത്തിനുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ അർപ്പിക്കുന്നു. ഈ വർണ്ണക്കൂടാരം പദ്ധതി കൊച്ചുകുട്ടികളുടെ സമഗ്ര വികസനത്തിന് ഉന്നമാക്കിക്കൊണ്ടുള്ളതാണ്.
കണ്ടും കേട്ടും തൊട്ടും അറിഞ്ഞ് അവരുടെ കളികളിലൂടെ പഠനം എന്ന ആ ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് ആണ് വർണ്ണക്കൂടാരം പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. ഈ വർണ്ണക്കൂടാരം പദ്ധതിയിൽ സഹകരിച്ച എല്ലാ അംഗങ്ങൾക്കുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, അധ്യാപകർ, PTA, പൂർവ്വ വിദ്യാർത്ഥികൾ, നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു. ചിത്രകാരൻ സനലിനും മികച്ച പ്രതിഭകളെയും മന്ത്രി സമ്മാനങ്ങൾ നൽകി ആദരിച്ചു. കലാപരിപാടികളും അരങ്ങേറുകയുണ്ടായി. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.